ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കിരൺ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. താരയാന്റിയെ അപകടപ്പെടുത്തിയതിന് പുറകിലെ മനോഹറും അതുപോലെ ശാരിയുമാണെന്ന സത്യം തിരിച്ചറിയുമ്പോൾ മനോഹറിനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കിരൺ. അങ്ങനെ മനോഹർ ആ സത്യം കൂടി പറയുകയാണ്. ഇതിന് പുറകില് ശാരിയാണെന്നുള്ള സത്യം അറിയുമ്പോൾ എന്തായാലും ശാരിയെ ഒരു കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. താരയുടെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ സരയുനോട് ഒരു സത്യം പറയരുതെന്ന് ശാരി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇതുവരെയും സരയുനോട് ആ ഒരു സത്യം പറയാത്തതും. അപ്പോ ഇങ്ങോട്ടില്ലാത്ത ആ ഒരു കാര്യങ്ങളൊന്നും ഒളിപ്പിച്ച് വെക്കണ്ട എന്ന് കിരണും തീരുമാനിക്കുകയാണ്. അതായത് താരയെ അപകടപ്പെടുത്തിയ നിലയ്ക്ക് ഇനി എന്തായാലും അതൊരു സത്യം സരയിൽ നിന്ന് മറച്ചു പിടിക്കണ്ട, സരയുനോട് ആ സത്യം പറയാമെന്ന് കിരൺ തീരുമാനിക്കുന്നു. അങ്ങനെ കിരൺ കല്യാണി വന്നതിന് ശേഷം കിരണും കല്യാണിയും ചേർന്നിട്ട് സരയുനെ വിളിച്ചു വരുത്തുകയും സരയുനോട് ആ സത്യം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. താരയാണ് നിന്റെ അമ്മ ശാരിയല്ല എന്ന് പറയുമ്പോൾ അവൾക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറുന്നുണ്ട്. അങ്ങനെ താരയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അമ്മ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യമാണ് മോളെ, നിന്റെ അച്ഛനാണ് ചതിച്ചത്, അങ്ങനെ എങ്ങനെയാണ് കുഞ്ഞു മാറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വിശദ വിവരങ്ങളും അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അവൾ ആകെ പൊട്ടിക്കരയുകയാണ്. പിന്നീട് അവൾക്ക് അതൊരു വല്ലാത്ത ഷോക്കായി മാറുന്നുണ്ട്. ഇത്രയും നാളും തന്റെ അമ്മയാണെന്ന് പറഞ്ഞ് തന്റെ മകളെ കാണാൻ വന്നപ്പോൾ ആ സ്ത്രീ അടിച്ചോടിച്ച കാര്യങ്ങളും അതുപോലെ ആ സ്ത്രീ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സരയു അറിയുകയാണ്. അങ്ങനെ സരയുന് അതൊരു വല്ലാത്ത ഷോക്കായി മാറുന്നുണ്ട്. സരയു അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന താരയെ കാണാൻ വേണ്ടി സരയു ചെല്ലുകയാണ്. അങ്ങനെ ആ ഓർമ്മയില്ലാതെ ബോധമറ്റ് കിടക്കുന്ന അമ്മയെ നോക്കിയിട്ട് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ സരയുവിന് വരുന്നുണ്ട്. ശാരിയും കൂടെ ഉണ്ടായിരിക്കും. അത് ശാരിക്കൊരു പ്രയാസമായി മാറുകയാണ്. തൻ്റെ മകൾ തന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നൊരു കുറ്റബോധവും ശാരിക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ കിരൺ പറയുകയാണ്, ഇത് കുറച്ചു നാളു കൂടി ഇങ്ങനെ പോയേന് ആ താരയാന്റിക്ക് സരയുവിനെ കാണാനുള്ളൊരു അവസരം നിങ്ങൾ തന്നെ ഒരുക്കിയിരുന്നെങ്കിൽ ഇതിപ്പോ നിങ്ങൾ തന്നെ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ആയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വേഗം അവളോട് രഹസ്യം പറഞ്ഞത്. നിങ്ങൾക്കില്ലാത്ത മാന്യതയൊന്നും ഞങ്ങൾ കാണിക്കേണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് തുറന്നടിക്കുന്നുണ്ട് കിരൺ ശാരിയോടായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.